എല്ലാവരും ഈ 2-3 ദിവസം കൊണ്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ് ഈ മണ്ണിടിച്ചിൽ. പ്രധാനമായിട്ടും ഈ ദേശീയപാതയിൽ നിർമ്മാണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചിട്ടുള്ള റോഡുകളിൽ എല്ലാം വിള്ളൽ വീഴുന്നു, മണ്ണിടിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ വാർത്തകൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് തന്നെ നഷ്ടം. നമുക്ക് നഷ്ടം എന്ന് പറയുമ്പം നമ്മൾ ഓരോരുത്തരും നൽകുന്ന നികുതിയാണ് അല്ലേ ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട് മാറ്റിവെക്കുന്ന തുക അല്ലേ, അതെല്ലാം ഇങ്ങനെ വെറുതെ ആയി പോകുന്നു. കാരണം ഇത്രയൊക്കെ ഇടിഞ്ഞൊക്കെ മോശമാകുമ്പോൾ അത്രയും പണമാണ് വേസ്റ്റായി പോകുന്നത്. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഈ കോൺക്രീറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ചിലവാക്കി അത്രയും ചെയ്തിട്ട് അതിനെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമല്ലേ. അതുപോലെ തന്നെ ഈ മണ്ണെടുത്ത് ഇങ്ങനെ ഒരുപാട് ഉയരത്തിലൊക്കെ പൊക്കി നിർത്തിക്കൊണ്ടാണ് ഈ റോഡ് പണിയുന്നത്. അപ്പം അതൊന്നും അത്ര സേഫായിട്ടല്ല എന്ന് കരുതിയിട്ട് അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആരോടാണ് ഇതെല്ലാം ചെയ്യുന്നത്? നമ്മുടെ ഈ പ്രകൃതിയോടാണ്. ഈ ഭൂമിക്കൊരു ഘടനയുണ്ട്. ഞാൻ മൊത്തത്തിലുള്ളത് പറയുന്നില്ല. നമ്മുടെ കേരളത്തിനൊരു ഘടനയുണ്ട്. ഭൂപ്രകൃതി എന്ന് പറയും. പിന്നെ ഓരോ കമ്മിറ്റികളുടെ ഇടയ്ക്ക് എന്താ പറയുക, അവരുടെ പരിശോധനയും മറ്റും കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പം മലനാട്, ഇടനാട്, തീരപ്രദേശം ഈ ഒരു രീതിയിലാണ് പോകുന്നത്. മലകളൊക്കെ കാണാൻ ഭംഗിയാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ വിനോദത്തിന് യാത്ര പോകുന്നത് എല്ലാം ഈ മലകളിൽ നോക്കി തന്നെ കാരണം ഭംഗി അത്രമാത്രമാണ്. എല്ലാവർക്കും ഒരു പച്ചപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള ഇങ്ങനെ സഹ്യപർവ്വതം ഇങ്ങനെ നേർന്ന് കിടക്കുകയാണ്. അപ്പം സഹ്യപർവ്വതത്തെക്കുറിച്ച് ഒരുപാട് കവിതകളൊക്കെ ഉണ്ട്, നമ്മളൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സഹ്യപർവ്വതം എന്ന് പറയുന്നത് നമുക്കൊരു സംരക്ഷിത കവചം കൂടിയാണ്. അപ്പോൾ അതെന്തൊക്കെയോ തടഞ്ഞു നിർത്തുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ മലകൾ അങ്ങനെ നിൽക്കുന്നത്. ഈ ഓരോ വികസനത്തിൻ്റെയും പേരിൽ നമ്മൾ മനുഷ്യർ ഇതിലൊക്കെ കയറി കടന്നാക്രമിക്കുകയാണ്. ഇതിനെയൊക്കെ മരം വെട്ടുന്നു, പാറകൾ ഇടിച്ചെടുക്കുന്നു, അതുപോലെ തന്നെ കുന്നുകൾ അതിൽ നിന്ന് മണ്ണെടുക്കുന്നു അല്ലേ. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അല്ലേ. അതവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോരോ കുന്നുകളായിട്ട് മനുഷ്യർ തിന്നുകൊണ്ടിരിക്കുക എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് ഒരുപാട് കോട്ടം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സന്തുലനാവസ്ഥ എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഒരു ത്രാസ് എടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഭാരം ഈക്വലായിട്ട് വരുമ്പോഴാണ് അതിനൊരു വിലയാകുന്നത് അല്ലേ. കൂടിയും കുറഞ്ഞും വരാൻ പാടില്ല, തുല്യതയിൽ നിൽക്കണം. അങ്ങനെ ഭൂമി അല്ലെങ്കിൽ പ്രകൃതി ഒരു തുല്യതയിൽ അല്ലെങ്കിൽ ഒരു അനുപാതത്തിലാണ് നമ്മുടെ ഈ കേരളത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ ഒരു ഘടന കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു തുല്യതയോ ഒരു ഘടനയിലോ എല്ലാത്തിലും മാറ്റം വന്നിരിക്കുകയാണ്. ഞാനീ പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം. നമുക്ക് വികസനം ആവശ്യമാണ്, എല്ലാവർക്കും വീട് വേണം. ഈ വീട് വയ്ക്കാനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം, എല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ പ്രകൃതിയെ മാക്സിമം ചൂഷണം ചെയ്യാതെ ഏതൊക്കെ രീതിയിൽ നമുക്ക് വീടുകൾ നിർമ്മിക്കാം, പാലങ്ങൾ നിർമ്മിക്കാം, റോഡുകൾ നിർമ്മിക്കാം എന്നതിനെയൊക്കെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ടതുണ്ട്. അതിന് വിശദമായ പഠനങ്ങളും ആവശ്യമാണ്.
എടുത്തോളൂ, എടുക്കണമല്ലോ, എടുക്കേണ്ടതിന് എടുക്കാം. പക്ഷെ അത് പ്രകൃതിയെ മോശമായി ബാധിക്കാതെ വേണം എടുക്കാൻ. ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഉരുൾപൊട്ടലുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നൊക്കെ നമുക്കറിയാം. ഈ ഡാമുകളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം അറിയാം. നമ്മളെന്തുമായാലും ഇതൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് ഭൂമി പരിശോധിക്കുകയും അതിൻ്റെ ഘടന മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എത്ര വലിയ പഠനം നടത്തിയാലും പ്രകൃതിക്കറിയാം അതിൻ്റെ ഒരു താളം തെറ്റലുകൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആ താളം തെറ്റലുകൾ അതിനെ അംഗീകരിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കാവുമ്പോഴാണ് അത് ഒന്ന് പ്രതികരിക്കുന്നത്. അല്ലേ? കഴിഞ്ഞ വർഷം ഇപ്പം ആ ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്ര പേരുടെ ജീവൻ, എത്ര പേരുടെ സ്വത്തുക്കൾ, അവരുടെ പ്രതീക്ഷകൾ എല്ലാം മണ്ണും വെള്ളവും കൊണ്ടുപോയില്ലേ? ഇന്നതിന് ഈ ഒരു വർഷമാകുന്ന സമയത്ത് എന്താണ് അവർക്ക് തിരികെ കൊടുത്തിട്ടുള്ളത്? അല്ലേ? അങ്ങനെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട്. എന്തായാലും അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ റോഡ് പണിയിൽ ഇതെല്ലാം ഇവിടെ നിന്ന് വരുന്നു. ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ ഇതൊക്കെ വെറുതെ ആയി പോകുന്നുണ്ടോ? ഇത്രയും ചെയ്തിട്ട് നാളെ എന്തെങ്കിലും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടോ എന്നെല്ലാം ബന്ധപ്പെട്ടവർ ശരിയായ രീതിയിൽ ആലോചിച്ച് കണ്ട് ഒരു അപകടവുമില്ലാത്ത രീതിയിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിയല്ലേ? ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലെ ഓരോ വ്യാകുലതകളാണ്, എല്ലാവരുടെയും ചിന്തകളാണ്. എന്താകും, എങ്ങനെയാകും, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇതിനെയൊക്കെ കുറിച്ച് വിശദമായി നമ്മൾ ഓരോ കേരളീയരും അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചോദിക്കുക, അറിയുക, അറിവ് നേടുക. അപ്പോൾ നമ്മളുടെ കുറേ പ്രശ്നങ്ങളും സംശയങ്ങളും ഒക്കെ അതിൽ വഴി മാറിപ്പോകുന്നതായിരിക്കും. ശരിയല്ലേ?